സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുള്ള പുതിയ പ്ലെയർ ഫെഡർ സിർനിസ് എന്ന ലിത്വാനിയൻ താരം. നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് അതിനെ പറ്റി സംസാരിക്കുന്നത്. പതിവ് പോലെ തന്നെ ഫുൾ ലെങ്ത് മാച്ചസ് കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അതിന്റെ കഴിഞ്ഞ സീസണിലെ മാച്ചുകളൊന്നും അവൈലബിൾ അല്ല. അതിന് മുൻപുള്ള സീസണിൽ പോളിഷ് ലീഗിൽ അതിന്റെ കുറച്ച് മാച്ചസ് ആണ് കുറേ തപ്പിയതിനു ശേഷം നമുക്ക് യൂട്യൂബിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഏതൊരു സൈറ്റിൽ കയറിയപ്പോൾ ലിത്വാനിയൻ നാഷണൽ ടീമിൽ അതിന്റെ കുറച്ച് മാച്ചസും കിട്ടിയിട്ടുണ്ട്. ഇതിന് പുറമെ സൂപ്പർ കപ്പും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിന്റെ AFC ഏഷ്യൻ കപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്രയും ഡിലേ ആയത്. എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞ് ഡിലേ ആക്കുന്നില്ല. നമ്മൾ ഈ ഒരു പ്ലെയറിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു സീസണിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ അഡ്രിയാൻ ലൂണ അദ്ദേഹത്തിന് ഒരു പകരക്കാരൻ എന്ന രീതിയിലാണ് ഫെഡർ സിർനിസ് ടീമിലേക്ക് എത്തുന്നത്. പക്ഷേ എനിക്ക് കൂടുതലും ഫീൽ ചെയ്തൊരു കാര്യം, അദ്ദേഹം ലൂണയ്ക്ക് ഒരു പകരക്കാരനായിട്ടല്ല. ഒന്നുകിൽ ജോഷോ സിറ്റീരിയോ അല്ലെങ്കിൽ ക്വാമെ പെപ്ര, ഈ രണ്ടുപേരിൽ ഒരാളുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ പണി പോകുന്ന രീതിയിലാണ് മാച്ചുകൾ കണ്ടതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ലൂണയെ പോലെ ഒരു പ്ലേ മേക്കർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ആ ഒരു ടൈപ്പ് ഓഫ് ഗെയിം സ്റ്റൈലുള്ള ഒരു പ്ലെയർ അല്ല ഫെഡർ സിർനിസ്. കൂടുതലും ഒരു സ്ട്രൈക്കർ എന്ന് പറയാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡിലും അദ്ദേഹം കളിക്കുന്നുണ്ട്, റൈറ്റിലും ലെഫ്റ്റിലേക്ക് ആയിട്ട്. പക്ഷേ ഒരു സ്ട്രൈക്കർ മിഡിൽ കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ഒരു വിങ്ങർ റോളിൽ കളിക്കുന്ന രീതിയിലാണ് കൂടുതലും അതിനെ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പ്ലേ മേക്കർ, ഒരു ദേസുക്കെ പോലെയോ ലൂണയെ പോലെയോ സഹലിനെ പോലെയുള്ള ഒരു പ്ലെയറിനേക്കാൾ കുറച്ചുകൂടി ഒരു സ്ട്രൈക്കർ, സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ റോളിലാണ് ഇദ്ദേഹത്തെ കൂടുതലും കാണാറുള്ളത്. അദ്ദേഹം കളിച്ചിട്ടുള്ള ഫോർമേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5-3-2 രണ്ട് സ്ട്രൈക്കേഴ്സിൽ ഒരാളായിട്ടും 3-4-3 ആ ഫ്രണ്ടിൽ വരുന്ന 3 പേരിൽ റൈറ്റിലോ ലെഫ്റ്റിലോ അദ്ദേഹത്തെ കാണാം. അതുപോലെ തന്നെ 4-4-2 മിഡിൽ കാണാം. ഏതൊരു ഫോർമേഷനിൽ 4-2-3-1 ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന്റെ പൊസിഷനിൽ ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതലും കാണുന്നത് ഫ്രണ്ടിൽ ഒരു മെയിൻ സിംഗിൾ സ്ട്രൈക്കർ, ഇപ്പോൾ ദിമിത്രിയോസിനെ കളിപ്പിക്കുന്നത് പോലെ ഒരു സിംഗിൾ സ്ട്രൈക്കർ ആയിട്ടോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ലൂണയെ കളിപ്പിക്കുന്നത് പോലെ ഒരു പ്ലേ മേക്കർ ആയിട്ടോ അല്ലാതെ ബാക്കിയുള്ള ഒരു സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ എന്ന രീതിയിൽ 2 സ്ട്രൈക്കേഴ്സ് വരുമ്പോൾ അതിലൊരാളായിട്ടോ അല്ലെങ്കിൽ മിഡിൽ, ഇപ്പോൾ 4-4-2 തന്നെ വരാണെങ്കിൽ ലൂണയ്ക്ക് പൊസിഷൻ കൊടുക്കുന്നത് പോലെ തന്നെ റൈറ്റിലോ ലെഫ്റ്റിലോ ആ ഒരു എക്സ്ട്രീം വിങ്ങിൽ അവസരം കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവിടെ കളിക്കുന്ന ഒരു പ്ലെയറിനെ പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഗെയിം സ്റ്റൈലിലേക്ക് വരുമ്പോൾ ലൂണയുടെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് തോന്നിയില്ലെങ്കിലും ലൂണയുമായിട്ട് ഏറ്റവും അധികം സാമ്യം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ മൂവ്മെന്റ്സിലുള്ള ഫ്ലെക്സിബിലിറ്റിയാണ്. ലൂണയെ പോലെ തന്നെ ഒരു പൊസിഷൻ കൊടുത്താലും ഒരു റൈറ്റിലോ ലെഫ്റ്റിലോ ഫോർമേഷനിൽ അതിന്റെ പൊസിഷൻ കണ്ടാലും ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ അല്ല. വളരെയധികം സ്പ്രെഡ് ചെയ്ത് ഫ്ലെക്സിബിൾ ആയിട്ട് കളിക്കുന്ന ആ ഒരു ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പോളിഷ് ലീഗിൽ അതിന്റെ ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ഓപ്പൺ ഹാഫിലും ഓൺ ഹാഫിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് അതിന്റെ പ്രസൻസ് കിടക്കുന്നത്. സെന്റർ ഫോർവേഡ് ആയിട്ടോ സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ ആയിട്ടോ അദ്ദേഹം കളിച്ചാലും അദ്ദേഹം ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വരും, ഡിഫൻസിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഇനി മിഡിലാണ് അതിന്റെ കാണുന്നതെങ്കിൽ റൈറ്റിലും ലെഫ്റ്റിലും അദ്ദേഹം സ്വിച്ച് ചെയ്ത് കളിക്കും, പിന്നെ സെന്ററിലേക്ക് വരും. അങ്ങനെ ആ ഒരു സ്പ്രെഡ് ചെയ്ത് ഫ്ലെക്സിബിൾ ആയിട്ട് എല്ലായിടത്തും എത്തി പോഷൻ വിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന, ഒരിടത്ത് മാത്രം നിൽക്കുന്ന ഒരു പ്ലെയറിനെ പോലെ സിർനിസിന് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു വിങ്ങറായിട്ട് കളിക്കുമ്പോഴും ഈ ഓവർലാപ്പ് ചെയ്യുക, ക്രോസ് കൊടുക്കുക, അതിൽ നിന്ന് മാറിയിട്ട് ഒരു സ്ട്രൈക്കറിനെ വിങ്ങറാക്കുമ്പോൾ അദ്ദേഹം കൂടുതലും ട്രൈ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ബോക്സിനകത്തേക്ക് കയറാൻ, ഇൻസൈഡിലേക്ക് കയറാനും അവിടെ നിന്ന് പാസ് കളിക്കാനോ ഷോട്ട് എടുക്കാനോ ആയിരിക്കും. അത്തരത്തിൽ ആ ഒരു ടെൻഡൻസി തന്നെയാണ് വിങ്ങിൽ കളിക്കുമ്പോഴും ഇദ്ദേഹത്തിൽ കാണുന്നത്. ഒരുപാട് വിദ്യകൾ പന്ത് കൈവശം വെച്ച് ഡ്രിബിൾ ചെയ്ത് സ്റ്റെപ്പ് ഓവേഴ്സ് ഒക്കെ ഇട്ട് ഈ പറഞ്ഞ പോലെ ഇൻസൈഡിലേക്ക് കയറുമ്പോഴാണെങ്കിലും എല്ലാവരെയും ഡ്രിബിൾ ചെയ്ത് പോകാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി കാണിക്കുന്ന ഒരു പ്ലെയർ അല്ല. പരമാവധി പാസുകളെ ആശ്രയിക്കുന്ന, പാസിംഗ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ഫൈൻഡ് ചെയ്യുന്ന, ചില സമയത്ത് ഫസ്റ്റ് ടൈം പാസുകൾ കൊടുക്കുന്നത് കാണാം. ഒന്ന് ടേൺ ചെയ്യാനോ പന്ത് കീപ്പ് ചെയ്യാനോ ശ്രമിക്കാതെ അതേ വേഗം തന്നെ ഒരു പാസ് കൊടുത്ത് മൂവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയർ ആണ്. മറ്റ് സ്പെഷ്യാലിറ്റീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ ലിത്വാനിയൻ നാഷണൽ ടീമിന്റെ ക്യാപ്റ്റൻ ആണ്. സോ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. ആൻഡ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴും ക്യാപ്റ്റന്റെ ആംബാൻഡ് അണിയാൻ ഒരു യോഗ്യനായിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് തന്നെ പറയാം. പിന്നെ സെറ്റ് പീസസ്, കോർണേഴ്സോ ഫ്രീ കിക്സോ ഒന്നും എടുക്കുന്നില്ല, പക്ഷേ പെനാൽറ്റീസ് എടുക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ ഇനി നെക്സ്റ്റ് പരിപാടിയിലേക്ക് കടക്കാം. ആ ഒരു ഓഫ് ദ ബോൾ മൂവ്മെന്റ്സ്, പന്തില്ലാത്ത സമയത്ത് കൂടുതലായിട്ട് റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഇതിന്റെ മൂവ്മെന്റ്സിലേക്ക് വരാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയെ പറ്റിയാണ്. അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അവിടെ അതിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് ഫീൽ ചെയ്തത് സ്പേസ് റെക്കഗ്നിഷൻ ആണ്. സ്ട്രൈക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ അവൈലബിൾ ആയിട്ടിരിക്കുക, അതിലേക്ക് പന്ത് എത്തിക്കാൻ പാകത്തിന് അവൈലബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് ആ ഒരു ടീമിന്റെ അറ്റാക്കിനെ തന്നെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ഒരു ഏരിയയിൽ നല്ലൊരു സ്ട്രെങ്ത് കാണിക്കാൻ സിർനിസിന് സാധിക്കുന്നുണ്ട്. പല സമയത്തും ഓഫ് ദ ബോളിൽ ഇതിന്റെ മൂവ്മെന്റ്സ് നേരത്തെ പറഞ്ഞ പോലെ ഒരിടത്ത് മാത്രം നിന്ന് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല. പൊസിഷൻ വിട്ടു പോകാൻ, ഫ്രീ സ്പേസ് കണ്ടാൽ അങ്ങോട്ടേക്ക് മാറി നിന്ന് പന്ത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള, അതിന് റെഡി ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അത് ആ ഒരു ടീമിന്റെ ടാക്ടിക്സ് കൂടി ആയിരിക്കാം. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ അങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ലൂണ. അതേ രീതിയിൽ തന്നെ ഈ സ്പേസ് കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറി പന്ത് റിസീവ് എന്ന കാര്യത്തിൽ ഒരു വലിയ സ്ട്രെങ്ത്തും അത് റിപ്പീറ്റ് ആയിട്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു ഗോളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് ആ ഒരു ബോക്സിൽ നിന്ന് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് ആ മാർക്കിങ്സിനെയും മറ്റ് പ്ലേയേഴ്സിന്റെ കണ്ണിൽ പെടാതെ ഫ്രീ ആയിട്ട് നിൽക്കാൻ അതിന് സാധിക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു പാസ് കൊടുക്കുന്ന പ്ലെയറിനും ഒരു ഓപ്ഷനായിട്ട് മാറുന്നുണ്ട് സിർനിസ്. അങ്ങനെ കൃത്യമായിട്ട് അദ്ദേഹം ആ ഒരു പന്ത് റിസീവ് ചെയ്യുന്നു. ആ പന്ത് റിസീവ് ചെയ്യുമ്പോൾ അതിന് ഷോട്ട് എടുക്കാൻ പാകത്തിന്, അതിന്റെ ചുറ്റും അധികം മാർക്കിങ്സോ ചാലഞ്ചസോ ഇല്ലാതെ ഷോട്ട് എടുക്കാൻ പാകത്തിനും ആ ഒരു മൂവ്മെന്റ് മാറുന്നുണ്ട്. ഇതേപോലെ തന്നെ പല സിറ്റുവേഷനിലും ഇപ്പോൾ കൗണ്ടറൊക്കെ വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ, ആ ഒരു ടീം പന്ത് റിക്കവർ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഇദ്ദേഹം നേരെ എക്സ്ട്രീം വൈഡിലേക്ക് പോയി, ഒരു ഫ്രീ സ്പേസിലേക്ക് പോയി ആ ഒരു കൗണ്ടർ പ്രോപ്പർ
ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുന്ന രീതിയിൽ എക്സ്ട്രീം വൈഡിൽ ആ ഒരു സ്പേസ് കണ്ടെത്തി അവിടെ നിന്ന് പന്ത് റിസീവ് ചെയ്യുന്ന കാണാം. ആൻഡ് ബോക്സിന്റെ ഏരിയാസിൽ റൺസ് ത്രൂ ബോൾസും ഹൈ ബോൾസ് ഒക്കെ റിസീവ് ചെയ്യാൻ പാകത്തിന് കൃത്യമായ സ്പേസിലേക്ക് റൺ ചെയ്ത് അവിടെ നിന്ന് പാസ് റിസീവ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് തവണ നമ്മൾ സിർനിസിനെ കാണുന്നുണ്ട്. സോ സ്പേസ് റെക്കഗ്നിഷൻ, ഫ്രീ സ്പേസിലേക്ക് മാറി നിന്ന് പന്ത് സ്വീകരിക്കുക, ത്രൂ ബോൾസ് റൺസിലൂടെ റിസീവ് ചെയ്യുക, കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ അവൈലബിൾ ആയിരിക്കുക, അതുപോലെ തന്നെ ബിൽഡപ്പിന്റെ സമയത്തും ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വന്ന് സ്പേസ് കാണിച്ച് പന്ത് സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സിർനിസ് മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ ബോൾ റിക്കവറീസ് ആണ്. ഒരു സ്ട്രൈക്കറിനെ പറ്റി പറയുമ്പോൾ ബോൾ റിക്കവറീസിന് എന്ത് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് കണ്ടതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഓൺ ഹാഫിൽ വെച്ചിട്ടാണെങ്കിലും ആ ഒരു പ്രസ്സിംഗ് ഇന്റൻഷൻ നമ്മുടെ രണ്ട് സ്ട്രൈക്കേഴ്സിനും ഇപ്പോൾ ദിമിത്രിയോസിനാണെങ്കിലും പെപ്പറയ്ക്കാണെങ്കിലും ആ ഒരു പ്രസ്സിംഗ് ഇന്റൻഷൻ വളരെയധികം ഉണ്ട്. അത് കൃത്യമായിട്ട് ഇവാൻ വുക്കമൻ വെച്ച് പല സ്ട്രൈക്കേഴ്സിനെ വെച്ച് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അതിന് പറ്റുന്ന ഒരു സ്ട്രൈക്കറിനെ പോലെ, പ്രസ് ചെയ്യാൻ കൃത്യമായിട്ട് പറ്റുന്ന ഒരു സ്ട്രൈക്കറിനെ പോലെ ഫീൽ ചെയ്തു. അതും എഫക്റ്റീവായിട്ടാണ് ആ പ്രസ്സിങ്ങിലൂടെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ അതിന് സാധിക്കുന്നുണ്ട്. ഈ അഗ്രസീവായിട്ട് വളരെ പേസോടുകൂടി ഇപ്പോൾ ഓപ്പൺ ആൻഡ് ഹാഫിലാണെങ്കിലും അവിടെ ഗോൾ കീപ്പറിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പന്ത് നഷ്ടപ്പെട്ടതിന് ശേഷം അവർ കൗണ്ടർ ചെയ്യാനോ അല്ലെങ്കിൽ അവർ ആ ഒരു പന്ത് എടുത്ത് സ്റ്റേബിൾ ആവാനോ ശ്രമിക്കുന്ന സമയത്ത് ഇദ്ദേഹം പോയി ആരാണോ പന്ത് നഷ്ടപ്പെടുത്തിയതെന്ന് നോക്കാതെ, ഇദ്ദേഹം അല്ലായിരിക്കും പക്ഷെ എന്നാൽ പോലും അദ്ദേഹം ആ ഒരു പ്ലെയറിനെ പോയി പ്രസ് ചെയ്ത് പന്ത് റിക്കവർ ചെയ്ത് അവരെ ഈ പറഞ്ഞ പോലെ ഒന്ന് സ്റ്റേബിൾ ആവാൻ അനുവദിക്കാത്ത തരത്തിൽ പന്ത് റിക്കവർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് ആ ഒരു മൂവ്മെന്റ് അവിടെ അവസാനിപ്പിക്കുന്നതോ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം ഡിഫൻസീവ് ആട്രിബ്യൂട്ട്സ്, ടാക്കിൾസ് അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട്, ഇന്റർസെപ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്, ബ്ലോക്സ് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഈ റിക്കവറീസ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും സ്ട്രൈക്കേഴ്സിന്റെ റിക്കവറീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ നിന്ന് തന്നെ ഡിഫെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ടിൽ നിന്ന് തന്നെ പന്ത് റിക്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഡിഫൻസിന് വലിയ കാര്യമുള്ള പണി വരില്ല. എന്തായാലും ഈ സിറ്റുവേഷൻസിലൊക്കെ ഒരുപാട് റിക്കവറീസും അദ്ദേഹത്തിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് തന്നെ കാണാൻ സാധിച്ചിരുന്നു. മറ്റൊരു കാര്യം റിപ്പീറ്റ് ആയിട്ട് കണ്ടത് അതിന്റെ ഏരിയൽ എബിലിറ്റിയാണ്. അവിടെ ഒരു ഏരിയൽ ബോൾ, ഒരു ഹൈ ബോൾ വിൻ ചെയ്യാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാറുണ്ട്. ആ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്, കൂടെ ചാടുന്ന പ്ലെയറിനെ ബീറ്റ് ചെയ്ത് പന്തെടുക്കുന്നതിൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഒരു മെയിൻ ഭാഗമാണ്. പക്ഷേ ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത് ഫിസിക്കൽ സ്ട്രെങ്തിനേക്കാൾ കൂടുതൽ പൊസിഷനിങ് ആൻഡ് ടൈമിങ്, ഇത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സിർനിസിന്റെ ആ ഒരു ഹൈ ബോളിലെ പെർഫോമൻസ് വരുന്നത്. ഈ ഒരു ഹൈ ബോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ അസിസ്റ്റുകളിൽ മെയിൻ ആയിട്ട് 2 അസിസ്റ്റ് ആ ഒരു സീസണിൽ ഇതുപോലെ ഹൈ ബോൾ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് ഹെഡ് ചെയ്ത് ഒരു പ്ലെയറിനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ടൈപ്പ് ഓഫ് അസിസ്റ്റ് ആയിരുന്നു. അത് കൃത്യമായിട്ട് ആ ഒരു അവയർനെസ്സും അതുപോലെ തന്നെ ആ ഒരു ഹൈ ബോളിൽ മറ്റൊരു പ്ലെയറിനെ ബീറ്റ് ചെയ്ത് ജമ്പ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് അസിസ്റ്റും ആയിരുന്നു. സോ ഹൈ ബോൾ അല്ലെങ്കിൽ ഏരിയൽ എബിലിറ്റി ഫിസിക്കൽ സ്ട്രെങ്ത് വെച്ചിട്ടല്ലാതെ പൊസിഷനിങ്ങും ടൈമിങ്ങും വെച്ച് വിൻ ചെയ്യുന്ന കാര്യത്തിലും ഒരു പ്രധാനപ്പെട്ട സ്ട്രെങ്ത് ആയിട്ട് ഇതിന്റെ പറയാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ഓഫ് ദ ബോളിൽ എടുത്ത് പറയേണ്ടതായിട്ട് തോന്നിയത്. ഇനി വിത്ത് ദ ബോളിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിന്റെ കുറച്ചൊരു എക്സ്റ്റൻഷൻ ആണ്. അത് ഇതിന്റെ ആ ഒരു പാസ് ആൻഡ് മൂവ് മെത്തേഡ്, ഇറങ്ങി വന്ന് ഹെൽപ്പ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, ലിങ്കപ്പ് ചെയ്യുന്ന രീതിയിൽ സ്ട്രൈക്കേഴ്സിനെ കാണാറുണ്ട്. ഇപ്പോൾ ലൂണ ഇറങ്ങി വരുമ്പോൾ ഒരു പ്ലേ മേക്കർ ഇറങ്ങി വരുന്ന ഒരു എഫക്റ്റ് ആണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ദിമിത്രിയോസോ പെപ്രയോ ഇറങ്ങി വരുന്നത് പോലെയാണ് സിർനിസ് ഇവിടെ ഇറങ്ങി വരുന്നത്. അദ്ദേഹം അവിടെ ആ പന്തെടുത്ത് വലിയ മാജിക് ഒന്നും കാണിക്കുന്നില്ല. ഒരു പന്തെടുത്ത് എല്ലാവരും ഡ്രിബിൾ ചെയ്ത് അകത്തേക്ക് കയറി ആ ഒരു സംഭവം അല്ല. ഈ ഒരു മൂവ്മെന്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിൽഡപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ സിർനിസ് ആ ഒരു ഡിഫൻസീവ് ലൈൻ, ഓപ്പൺ ആൻഡ് ഹാഫിലെ ഡിഫൻസീവ് ലൈനിലാണ് നിൽക്കുന്നത്. ഈ ബിൽഡപ്പ് നടക്കുന്നത് കണ്ട് അദ്ദേഹം ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ മാജിക് ഒന്നും കാണിക്കുന്നില്ല. ഒരു പന്ത് റിസീവ് ചെയ്തിട്ട് ബാക്കിലേക്ക് തന്നെയാണ് പാസ് കൊടുക്കുന്നത്. ബാക്കിലേക്ക് പാസ് കൊടുത്തിട്ട് അദ്ദേഹം ആ ഒരു പന്തിന്റെ സൈഡിലേക്ക്, ആ ഒരു പന്ത് പോയ സൈഡിലേക്ക് കൃത്യമായിട്ടൊരു റണ്ണ് നടത്തുന്നുണ്ട്. ആ റണ്ണ് നടത്തുമ്പോൾ ആരും അതിന്റെ ഒരു ടൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരാളുടെ പോസ്റ്റിൽ വിട്ട് മറ്റൊരാളുടെ പോസ്റ്റിലേക്ക് ആ ഒരു രീതിയിലാണ് അദ്ദേഹം റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സോണൽ മാർക്കിംഗ് കളിക്കുന്ന ടീമിന് ആ ഒരു പ്ലെയറിനെ മാർക്ക് ചെയ്യാൻ വിട്ടുപോകുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ പതിയെ റൺ ചെയ്ത് ആ ഒരു ബോക്സിന്റെ ഏരിയയിൽ ഒരു ഫ്രീ സ്പേസിലേക്ക് മാറുമ്പോൾ അവിടേക്കും അതിനൊരു പന്ത് റിസീവ് ചെയ്യാൻ പാകത്തിന് ചെന്നെത്താൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് പന്ത് റിസീവ് ചെയ്ത് വീണ്ടും അദ്ദേഹം ആ ഒരു സെന്ററിലേക്ക് കളിക്കുന്നു, വീണ്ടും ഒരു പാസ് കൊടുക്കുന്നു, അദ്ദേഹം ബോക്സിനകത്തേക്ക് കയറി ഒരു ക്രോസ് കണക്ട് ചെയ്യാൻ പാകത്തിൽ നിൽക്കുന്നു. ഇതുപോലെയുള്ള മൂവ്മെന്റ്സ് ആൻഡ് ഇതേ രീതിയിൽ ഒരു അസിസ്റ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഒരു കൗണ്ടർ അറ്റാക്ക് വരുന്ന സിറ്റുവേഷൻ ആണ്. പന്ത് റിക്കവർ ചെയ്ത് പാസ് വരുന്നത് സിർനിസിലേക്കാണ്. അവിടെയും നേരത്തെ പറഞ്ഞ പോലെ പന്ത് കൊണ്ട് മായാജാലം ഒന്നും അദ്ദേഹം കാണിക്കുന്നില്ല. ഒരു സിമ്പിൾ പാസ് ഫോർവേഡിലേക്ക് കൊടുക്കുന്നു. അദ്ദേഹം മൂവ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ബോക്സിന്റെ ഏരിയയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് കൃത്യമായിട്ട് ആ ഒരു ഹൈ ബോൾ ഒരു പ്ലെയറിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന, ഹെഡ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഒരു അസിസ്റ്റ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ഒരുപാട് മൂവ്മെന്റ്സ്, പാസ് ചെയ്ത് മൂവ് ചെയ്ത് അദ്ദേഹം സ്പേസ് കണ്ടെത്തുന്ന ഒരുപാട് മൂവ്മെന്റ്സ് നമുക്ക് സിർനിസിൽ കാണാം. അവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഒരു പ്രോപ്പർ സ്ട്രൈക്കർ, ഒരു നമ്പർ മാൻ, ടാർഗറ്റ് മാൻ എന്ന രീതിയിലല്ലാതെ കുറച്ചുകൂടി ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വന്ന് ലിങ്കപ്പ് കളിക്കാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ 4-4-2 ആ ഒരു വിങ്ങർ റോളിലേക്ക് കളിക്കാൻ അതായത് ആപ്റ്റ് ആക്കുന്നത് ഇത്തരം സിറ്റുവേഷൻസ് ആണ്. ആ ഒരു പാസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ പാസ് ചെയ്ത് മൂവ് ചെയ്ത് കളിക്കുമ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ വിങ്ങർ റോള് അല്ലെങ്കിൽ മിഡ്ഫീൽഡർ റോള് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഒരു പാസ് ആൻഡ് മൂവ് മെത്തേഡ് നമുക്ക് ഒരുപാട് വിധത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, നമ്മൾ ഈ പ്ലേ മേക്കർ അല്ല എന്നൊക്കെ പറയുമ്പോഴും ക്രിയേറ്റീവ് ആയിട്ടുള്ള ബോളുകളും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏതൊരു പ്ലെയറിനും കിട്ടുന്ന സിറ്റുവേഷൻ ആണ്. ഒരു പ്ലെയർ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പ്ലേയേഴ്സ് റൺ ചെയ്യുമ്പോൾ ത്രൂ ബോളിലൂടെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ്. അത് സിർനിസിലേക്കും എത്തുമ്പോൾ സിർനിസ് അതിനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു
ഒരു ത്രൂ ബോൾ വെച്ച് കൊടുത്ത് പ്ലേയേഴ്സിനെ റൺ ചെയ്യിക്കുന്നുണ്ട്. അദ്ദേഹം ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് കിട്ടുന്ന സിറ്റുവേഷനാണ് ഒരു ത്രൂ ബോൾ കളിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ. സോ അത്തരം ഏരിയാസിൽ ത്രൂ ബോൾസ് കളിക്കുന്ന നല്ല പാസുകൾ വെച്ചു കൊടുക്കുന്ന രീതിയിൽ നമുക്ക് സിർണിച്ചിനെ കാണുന്നുണ്ട്. സോ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ഫാക്ടർ, ഇറങ്ങി വന്നിട്ടുള്ള പാസിംഗ് സപ്പോർട്ട് വളരെ വളരെ എഫക്റ്റീവായിട്ട് സിർണിച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ വിങ്ങിൽ കാണുന്ന സിറ്റുവേഷൻസിൽ ഓവർലാപ്പ് ചെയ്യുക, ക്രോസ് കൊടുക്കുക, ആ ഒരു സംഭവത്തിൽ നിന്ന് മാറിയിട്ട് ഇൻസൈഡിലേക്ക് കയറാനും പാസ് കൊടുക്കാനും ഷോട്ട് എടുക്കാനുമാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അവിടെ റിപ്പീറ്റായിട്ട് കണ്ട ഒരു സംഭവമുണ്ട്, ഐക്കോണിക് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ റൊണാൾഡോയുടെ, ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിന്റെ പേരിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സോപ്പ് എന്ന് പറയുന്നത്. അത് ഇത്തരം സിറ്റുവേഷൻസിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സോപ്പിലൂടെ പ്ലെയറിനെ ബീറ്റ് ചെയ്യാനും ഇൻസൈഡിലേക്ക് പോകാനും ഒരേ സമയം സിർണിച്ചിന് സാധിക്കുന്നുണ്ട്. അത് റിപ്പീറ്റായിട്ട് കണ്ടതുകൊണ്ട് ഒരു ഐക്കോണിക് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ സാധനമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴും നമ്മൾ റിപ്പീറ്റായിട്ട് കാണാൻ സാധ്യതയുള്ള ഒരു സാധനമായിട്ട് തോന്നി ഈ ഒരു സോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഇൻസൈഡിലേക്ക് വരുമ്പോൾ ഷോട്ടുകളുടെ ആ ഒരു ശ്രമങ്ങളുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഷോട്ടുകളൊന്നും അല്ല. പക്ഷെ അത്തരത്തിൽ ഇൻസൈഡിലേക്ക് കയറിയുള്ള ഒരു ഷോട്ടിൽ ഒരു ഗോൾ അദ്ദേഹം പോളിഷ് ലീഗിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ഗോളാണ്, ഒരു ലോങ് റേഞ്ചർ പവർ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫിനിഷിങ്ങിലൂടെ നേടിയുള്ള ഒരു ഗോളായിരുന്നു. സോ അത്തരത്തിൽ ഗോളുകൾ നേടിയിട്ടുള്ള ഒരു പ്ലെയറാണ്. പക്ഷെ ഒരു മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സക്സസ് റേറ്റ്, ഓൺ ടാർഗറ്റിലേക്ക് ആ ഷോട്ടുകൾ വരുന്നതും ആ ഷോട്ടിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതും കുറവായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കരിയർ ഹൈലൈറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ആ ഇൻസിഡന്റിലേക്ക് വന്നിട്ടുള്ള ഗോളുകളും അതിന്റെ പക്കലുണ്ട്. ആൻഡ് ഇതിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ലോങ് റേഞ്ചേഴ്സിനുള്ള ശ്രമങ്ങളും ഗോളുകളും നമുക്ക് അതിന്റെ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ കരിയർ ഹൈലൈറ്റ്സിൽ കാണാൻ പറ്റും. ആൻഡ് അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു സക്സസ് റേറ്റോ ഗോൾ കൺവേർഷൻ റേറ്റോ അധികം ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ആ ഷോട്ടുകളും അത്ര എഫക്റ്റീവായിട്ടും വലിയ രീതിയിൽ എടുത്ത് പറയേണ്ടതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് നോട്ടീസ് ചെയ്യേണ്ടത്. സോ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ട മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ സ്ട്രെങ്ത് ആയിട്ടും അതുപോലെ തന്നെ അദ്ദേഹം കൂടുതലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇനി വീക്ക്നെസ്സുകളിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ബോൾ കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നത് പല സിറ്റുവേഷനിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഡ്രിബിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ അമിതമായിട്ട് പന്ത് കീപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയർ അല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ചില സിറ്റുവേഷനിൽ നമ്മൾ പ്രസ്സിംഗ് ഒക്കെ വരുമ്പോൾ അവിടെ ആ ഒരു ബോൾ കീപ്പ് ചെയ്തേ പറ്റൂ. അത്തരം സിറ്റുവേഷൻസിൽ ഇദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ഹൈ ബോളൊക്കെ വരുമ്പോഴും അത് ട്രാപ്പ് ചെയ്ത് അത് അതിൻ്റെ പരിധിയിൽ വരുത്തുന്ന ആ ഒരു ഫസ്റ്റ് ടച്ചും അതൊക്കെ ഉണ്ട്. അത്തരം സിറ്റുവേഷൻസിൽ അത്ര ഒരു ബോൾ കൺട്രോൾ എനിക്ക് ഇതിൽ ഫീൽ ചെയ്തില്ല. ആ സിറ്റുവേഷൻസിലെല്ലാം പന്ത് നഷ്ടപ്പെടുത്തുന്നുണ്ട്. സോ ആ ഒരു പൊസിഷൻ നഷ്ടപ്പെടുത്തുന്ന കാര്യം ഇതിൽ ഒരു മെയിൻ വീക്ക്നെസ് ആയിട്ട് അല്ലെങ്കിൽ മെയിൻ പോരായ്മയായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെയിൻ സ്ട്രൈക്കർ റോളിൽ ഇദ്ദേഹത്തെ കാണാത്തതുകൊണ്ടായിരിക്കാം ഒരു ഡെഡ്ലി സ്ട്രൈക്കർ എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ട് ഫീൽ ചെയ്തില്ല. ഇപ്പോൾ ഓപ്പണിന്റെ ഹാഫിൽ പന്ത് കിട്ടുന്ന പല സിറ്റുവേഷനിലും അതൊരു നല്ല ചാൻസ് ആക്കി ത്രെട്ടാക്കി മാറ്റുന്നതിലോ ഇദ്ദേഹം പരാജയപ്പെടുന്നത് ഒരുപാട് സിറ്റുവേഷൻസിൽ കാണാം. ബോക്സിനകത്ത് വെച്ച് റിസീവ് ചെയ്യുന്ന പന്ത് പോലും ഒരു നല്ല ഷോട്ടിലേക്കോ ഒരു ഓൺ ടാർഗറ്റ് ഷോട്ടിലേക്കോ ആ ഒരു ചാൻസിനെ മുതലാക്കുന്ന രീതിയിൽ ഇതിനെ കാണാൻ സാധിച്ചിട്ടില്ല. സോ അവിടെ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫിനിഷിങ്സ് ഉണ്ട്, നല്ല ഫിനിഷിങ് ഗോളുകളൊക്കെ നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ്സിൽ കാണാം. പക്ഷേ ഒരു മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ ഫിനിഷിങ് ഒരു വലിയ ഡിഫൻഡേഴ്സിൻ്റെ ഒരു വലിയ തലവേദനയായിട്ട് ഇതിൻ്റെ പ്രസൻസ് മാറാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഷോട്ടുകളിലും ഒരു വലിയ ഇമ്പാക്റ്റ് ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ അതിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കിട്ടിയ ഒരു പ്ലെയറാണ്. ആൻഡ് പക്ഷെ എന്നാലും ലിത്വാനിയൻ നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ്. സോ ആ ഒരു ലെവലിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനുള്ള ഒരു പെർഫോമൻസ് നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഗോളുകൾ, അസിസ്റ്റുകൾ, കോൺട്രിബ്യൂഷൻ, പ്ലേയിങ് മിനിറ്റ്സ് അതിൻ്റെ കാര്യത്തിലൊന്നും കഴിഞ്ഞ സീസണിലോ അതിന് മുൻപുള്ള സീസണിലോ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്തൊരു പ്ലെയറിനെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു കരിയർ ഗ്രാഫ് നോക്കുകയാണെങ്കിലും താഴേക്ക് വരുന്നത് പോലെയാണ് തോന്നുന്നത്. എന്തായാലും അധികം വൈകാതെ വളരെ പെട്ടെന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ ഇദ്ദേഹം കളിക്കുമ്പോൾ ഇതിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ പറഞ്ഞതെല്ലാം അതിന്റെ പാസ്റ്റിൽ നടന്നിട്ടുള്ളതാണ്. ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ പ്ലേയേഴ്സിന് മാറ്റങ്ങൾ സംഭവിക്കാം. അതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. ഈ പറഞ്ഞതെല്ലാം അതിന്റെ പ്രീവിയസ് സീസണിലെ പെർഫോമൻസ് മാത്രമാണ്. എന്തായാലും ഇവിടെ വരുമ്പോൾ അതിന്റെ പെർഫോമൻസ് പോസിറ്റീവായിട്ട് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് ലൂണയ്ക്ക് ഒരു പകരക്കാരെന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു എടുപ്പും ആ ഒരു പെർഫോമൻസും ഡെലിവറി ചെയ്യാൻ സിർണിച്ചിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. Bye.